ഓൾറെഡി നമ്മുടെ ബേസിക് ന്യൂട്രീഷൻ ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് ഇത് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആരും തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവത്തില്ല, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ നമുക്ക് മെയിൻ ആയിട്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് മീൽ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. അതായത് കാലറി മാനേജ് ചെയ്യാൻ വേണ്ടി മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യേണ്ടത്. ഇനി വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ മീൽ സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതേ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും വെയിറ്റ് ലോസ് ചെയ്യുന്നതും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചോട് ചോദിച്ചതിന് ശേഷം മാത്രമേ പ്രൊഡക്റ്റ് ഉപയോഗിക്കാവുള്ളൂ. ഇഷ്ടം പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റ് കൂടും, വെയിറ്റ് കുറയ്ക്കേണ്ട ആൾക്കാർക്ക്. ഈ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത് നമുക്ക് വേണ്ട 9 ഗ്രാം പ്രോട്ടീൻ ഓൾറെഡി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം വേണ്ട 18 തരത്തിലുള്ള വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. 3 സ്കൂപ്പാണ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഏകദേശം 94 കാലറി മാത്രമാണ് ഇതിന്റെ അടങ്ങിയിരിക്കുന്നത്. ഹൈ ന്യൂട്രീഷൻ വാല്യൂ പ്ലസ് ലോ കാലറി ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിന്റെയും. അതുകൊണ്ടാണ് നമ്മൾ കാലറി മാനേജ് ചെയ്യുമ്പോൾ തന്നെ ഫാസ്റ്റർ റിസൾട്ട് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. നമുക്ക് 3 ടൈപ്പാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് വരുന്നത്. GI എന്ന് പറയും, ലോയ്, ഹൈ, മീഡിയം. അതായത് ഏതൊരു ഷുഗർ പേഷ്യൻസിനും വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലോ ജി ആയിട്ടുള്ള ലോ ജി ഇൻഡെക്സ് ആയിട്ടുള്ള ഫുഡ്സ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ലോ ജിയിലാണ് വന്നിരിക്കുന്നത്. നമുക്കിത് ഏകദേശം ഒരു 9 ഫ്ലേവർ അല്ലേ പറയാം. ചോക്ലേറ്റ്, മാംഗോ, വാനില ഇല്ലാത്തത് പറയാം കേട്ടോ. വാനില, സ്ട്രോബെറി, ഓറഞ്ച്, കുൽഫി, പാന്, പിന്നെന്തുട്ടാ റോസ് ഗീർ ഉണ്ടല്ലോ, ബനാന കാരമൽ. 9 ഫ്ലേവറിലാണ് കമ്പനി ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത്. കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒറ്റയ്ക്കൊരു ഫ്ലേവറിൽ തുടങ്ങിയതാണ്. ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടി, കസ്റ്റമേഴ്സിന്റെ കൺവീനിയന്റ് കൂടി, ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ എണ്ണം കൂടി കൊണ്ട് തന്നെ ഫ്ലേവറും കൂടുതലായിട്ട് ഇറക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ലോഞ്ച് ചെയ്ത ഫ്ലേവർ ആണ് പാൻ എന്ന് പറയുന്നത്. അടുത്താണ് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കിഡ്നി പോകുന്ന എല്ലാവരും പേടിക്കുന്ന സാധനമാണ്. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പോകത്തില്ല. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ ഫോർമേഷൻ, മസിൽ ബിൽഡിങ്, ഇതിനെല്ലാത്തിനും നമുക്ക് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ ആവശ്യമാണ്. നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന പൗഡർ സോയയിൽ നിന്നും അതുപോലെ തന്നെ മിൽക്കിൽ നിന്നുമാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ബിൽഡിങ്ങിന് എങ്ങനെയാണോ സിമെന്റ് സ്ട്രെങ്ത് നൽകുന്നത്, അതുപോലെ നമുക്ക് ഡെയിലി ബേസിൽ പ്രോട്ടീൻ ആണ് നമ്മുടെ ടോട്ടൽ ബോഡിക്ക് സ്ട്രെങ്ത് നൽകുന്നത്. പ്രോട്ടീൻ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നല്ല ആക്റ്റീവായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഹെർബാലൈഫ് യൂസ് ചെയ്തിൽ പോലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ സെലക്ട് ചെയ്ത് കഴിച്ചാൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോട്ടീന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണങ്ങൾ വളരെ കൂടുതലായിരിക്കും, ശരീരത്തിന് മൊത്തത്തിലൊരു ബലോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോട്ടീൻ സോയ ആൻഡ് മിൽക്കിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു സ്പൂണിൽ വരുന്നത് 5 ഗ്രാം പ്രോട്ടീൻ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ വിശപ്പിനെ കൺട്രോൾ ചെയ്യും. മെയിൻ ആയിട്ട് വെയിറ്റ് ലോസ് സമയത്ത് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനാണ് പ്രോട്ടീൻ ഉപയോഗിക്കുന്നത്. നമ്മൾ രാവിലെ ഷേക്ക് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 to 4.5 മണിക്കൂറത്തേക്ക് വിശക്കാത്തത് ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ്. പ്രോട്ടീൻ ഇല്ലാതെ നിങ്ങൾ ഷേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിശപ്പിനപ്പെടും, നിങ്ങൾ വേറെ ഫുഡ് കഴിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം മാറിയിട്ട് വെയിറ്റ് ഗെയിൻ പ്രോഗ്രാമിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോട്ടീൻ 4 to 4.5 മണിക്കൂറിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഫുള്ളി ഡൈജസ്റ്റ് ആയിട്ട് പോകും. പ്രോട്ടീൻ യൂസ് ചെയ്യുന്നതുകൊണ്ടല്ല നമ്മൾ വെള്ളം കുടിക്കുന്നത്. ചില ആൾക്കാർ പറയും പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. അല്ല, നമ്മുടെ ശരീരം ക്ലീൻ ആവാൻ വേണ്ടി നമ്മൾ വെള്ളം കുടിക്കുന്നത്. പ്രോട്ടീനും വെള്ളവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. നമുക്ക് എത്ര കിലോ ഭാരം ഉണ്ടോ അതിനനുസരിച്ച് വെള്ളം വേണം. പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ടല്ല, പ്രോട്ടീൻ കഴിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ലോസ് നടക്കണമെങ്കിൽ വെള്ളം കുടിച്ചിരിക്കണം. വെള്ളം കുടിക്കാതെ നിങ്ങൾ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് കാര്യം ജാമ്യത്തിലായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ നമുക്ക് ഫ്ലേവർ ഒന്നുമില്ല, അൺഫ്ലേവറിലാണ് വരുന്നത്. 400 ഗ്രാമിന്റെയും 200 ഗ്രാമിന്റെ 2 ബോട്ടിലാണ് വരുന്നത്. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാ വെച്ച് മേടിക്കാം. 200 മേടിച്ചാൽ നഷ്ടമായിരിക്കും, 400 മേടിക്കുകയാണെങ്കിൽ നല്ലത്. കാര്യം വിലയിൽ തന്നെ ഡിഫറൻസ് ഉണ്ട് ഒരുപാട്. അപ്പോൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ഷേക്ക് മേറ്റ് നമ്മുടെ ഷേക്കിന്റെ അകത്ത് മിൽക്ക് പൗഡറിന് പകരം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ അകത്ത് ഓൾറെഡി പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൾട്രേഷനും കെമിക്കൽ ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നോർമലി ഷേക്ക് മേറ്റ് വരുന്നോടം വരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ടോണർ മിൽക്ക് ആണ്, ഫാറ്റ് ഫ്രീ മിൽക്ക് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫാറ്റ് ഫ്രീ മിൽക്ക് ഒരു ബോട്ടിൽ മേടിച്ച് എത്ര നാൾ ഇരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അത്രത്തോളം കെമിക്കൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഓപ്ഷൻ ഇല്ലാത്ത സമയത്താണ് നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പൊ നമുക്ക് ഷേക്ക് മേറ്റ് കമ്പനി വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഹൈ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. കെമിക്കൽ കഴിച്ച് ശരീരം കളയേണ്ട ആവശ്യമില്ല. പിന്നെ ചില മണ്ടന്മാര് ഷേക്ക് മേറ്റ് ഒഴിവാക്കിയിട്ട് പ്രൊഡക്റ്റ് മേടിക്കും. മാസം നോർമൽ ഫാറ്റ് ഫ്രീ മിൽക്ക് മേടിച്ചാലും ഷേക്ക് മേറ്റ് മേടിച്ചാലും എമൗണ്ട് സെയിം ആണ് വരുന്നത്.
വെറുതെ ഈ എമൗണ്ടിന്റെ കാര്യം ഓർത്ത് കൺഫ്യൂഷൻ ആയിട്ട് ഷേക്ക് മേറ്റിന് പകരം പോയി ഫാറ്റ് ഫ്രീ മിൽക്ക് മേടിച്ച് ശരീരം കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. എന്തെന്ന് തന്നെയാണെങ്കിലും കെമിക്കലാണ് ടോണർ മിൽക്ക് എന്ന് പറഞ്ഞാൽ. ഒരു ടോണർ മിൽക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 3 മാസം 4 മാസമൊക്കെ നമുക്ക് ഇരിക്കും പൊട്ടിയില്ലെങ്കിൽ. അപ്പൊ എത്രമാത്രം കെമിക്കൽ ഉണ്ടെന്ന് നോക്കുക. ഷേക്ക് മേറ്റിന്റെ അകത്ത് 0 കെമിക്കലാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഷേക്ക് മേറ്റ് തന്നെ വാങ്ങുക. പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് വളരെ കൂടുതലാണ് ഷേക്ക് മേറ്റ് യൂസ് ചെയ്യുമ്പോൾ കാണിക്കുന്നത്. കാര്യം പ്രോട്ടീന്റെ അളവുണ്ട്. അതുകൊണ്ട് നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് നല്ല സ്ട്രെച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്, നല്ല റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇച്ചിത്തരം കാണിക്കാതെ ഷേക്ക് മേറ്റ് മേടിക്കുക. നെക്സ്റ്റ്, അടുത്തത് എ ഫ്രഷ് എനർജി ഡ്രിങ്ക്. ഇതൊക്കെ ബേസിക് ന്യൂട്രീഷന്റെ കാറ്റഗറി പെടുന്നതാണ്. ഇതെല്ലാം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. എ ഫ്രഷ് നമുക്ക് ചായക്കും കാപ്പിക്കും പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചായയും കാപ്പി ഒഴിവാക്കേണ്ട വളരെ അത്യാവശ്യമാണ്. കാര്യം ചായ ആൻഡ് കാപ്പി ബാഡ് കാലറി ആണ്. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ബാഡ് കാലറി കയറി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കത്തില്ല. അപ്പൊ അതിന് പകരമായിട്ട് എ ഫ്രഷ് ഹൈ ക്വാളിറ്റി ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഇതിനകത്ത് കഫേൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ, നമ്മുടെ എനർജീനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ഇൻക്രീസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത്, ഡയറ്റ് എടുക്കുന്ന സമയത്ത് ക്ഷീണങ്ങൾ തോന്നുവാണെങ്കിൽ എ ഫ്രഷ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ദിവസം മാക്സിമം നമുക്ക് 3 എ ഫ്രഷ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൈകിട്ട് 7 മണിക്ക് ശേഷം എ ഫ്രഷ് യൂസ് ചെയ്യാതിരിക്കുക. എടുക്കുമ്പോൾ ചൂടായിട്ടുള്ള വെള്ളത്തിലെടുത്ത് കുടിച്ചാൽ മാത്രമാണ് നല്ല ആക്റ്റീവായിട്ടും നല്ല അലേർട്ടായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഡെയിലി ബേസിൽ വെള്ളം കുടിക്കുന്നുണ്ട്, വെള്ളത്തിന്റെ അകത്ത് ആഡ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫാറ്റ് ലോസ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിന്നൊന്നും ഒരു വെള്ളത്തിലിടരുത്. 1 ലിറ്ററിന്റെ അകത്ത് 1-2 സ്കൂപ്പേ ഇടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 7 മണിക്ക് ശേഷം എടുക്കാതിരിക്കുക. 7 മണിക്ക് ശേഷം എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിൽ ഓക്സിജൻ ഇൻക്രീസ് ആവുന്നതുകൊണ്ട് നമ്മുടെ ഉറക്കത്തിനെ അത് ബാധിക്കും. ഉറക്കത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ശരിയാവത്തില്ല. ഇത് നമുക്ക് ഓറഞ്ച് പീക്കോ ഗ്രീൻ ടീ എക്സ്ട്രായിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ തേയിലയുടെ ഏറ്റവും ടോപ്പിലെ 2 തണ്ടിനാണ് ഈ പറയണത്. അത്രയും ക്വാളിറ്റി ഉള്ള ഗ്രീൻ ടീ ആണ്, അതുകൊണ്ടാണ് വിലയുള്ളത്. അപ്പോൾ ഒരുപാട് ഫ്ലേവറിലുണ്ട്. ഫ്ലേവർ കാശ്മീരി കവ ഉണ്ട്, തുളസി ഉണ്ട്, ലെമൺ, ജിഞ്ചർ, പീച്ച്, സിനമൺ, പിന്നെ ആറായി ഏലാച്ചി. ഇനി ഏതാ ഉള്ളത്? തുളസിയൊക്കെ പറഞ്ഞു. തുളസി പറഞ്ഞു. ഓക്കെ, അത്ര ഫ്ലേവർ ഉണ്ട്. 7 ഫ്ലേവർ ആണ് എനിക്ക് കിട്ടിയത്. ആർക്കെങ്കിലും ഫ്ലേവർ കൂടുതലുണ്ടെങ്കിൽ എനിക്ക് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബേസിക് ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ്. അതിപ്പോ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഫോർമുല 1, പ്രോട്ടീന്, ഷേക്ക് മേറ്റ്, എ ഫ്രഷ്. ഇനി നമുക്ക് ഫോർമുല 2 കാറ്റഗറിയില് അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയും. ഇത് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. വെയിറ്റ് ലോസ് നടക്കുന്ന പ്രൊഡക്റ്റ് അല്ല, വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ കാറ്റഗറിയിലാണ്. ഫോർമുല 2 മൾട്ടി വൈറ്റമിൻ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ ഇന്നർ ബോഡിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. അതായത് നമ്മൾ നോർമലി കുളിക്കുന്നുണ്ട് ഔട്ടർ ബോഡി ക്ലീൻ ആവാനായിട്ട്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ ഇന്നർ ബോഡി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് ശരീരത്തിലെ ടോക്സിനെല്ലാം പുറന്തള്ളും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട 22 വിറ്റമിൻസും മിനറൽസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതൊരു ചൈനീസ് ഹെർബ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇതിന്റെ അകത്ത്. ഒരു ഡോട്ട് കാണാം. അപ്പൊ ഇതിന്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് വേണ്ട 22 വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മൈക്രോ മാക്രോ ന്യൂട്രീഷൻസ് ഡെയിലി ബേസിൽ ആവശ്യമാണ് ശരീരം പ്രോപ്പറായിട്ട് റൺ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രീഷൻസിനെയും കണ്ടന്റിനെ കിട്ടാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണിത്. ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് വരുന്നത്. അഡ്വാൻസ്ഡ് എല്ലാം തന്നെ ടാബ്ലറ്റിലാണ് വരുന്നത്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്, വിറ്റമിൻ സി, എ, ബീറ്റ കരോട്ടിൻ, ഈ സാധനങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. 90 ടാബ്ലറ്റ് ആണ് വരുന്നത്. അതായത് 1 മാസത്തേക്കുള്ള പ്രൊഡക്റ്റ്. അത് കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ചിട്ട് പേഴ്സണലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് സെൽ ആക്ടിവേറ്റർ. ഇത് നമ്മുടെ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓൾറെഡി നിങ്ങളുടെ നോർമൽ റോങ് ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ് മൂലം നിങ്ങളുടെ സെൽസ് എല്ലാം ഡാമേജ് ആയിട്ടാക്കി ഇരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ 100% സെൽസിൽ 100% സെല്ലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താണ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻ എല്ലാം അടിഞ്ഞിട്ട് ഏകദേശം 20-30% സെൽസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. അത് തന്നെ ജാമ്യത്തിലായിരിക്കും വർക്ക് ചെയ്യണത്. സെൽസ് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് വരാണ് ആരോഗ്യം ഉണ്ടാവത്തുള്ളൂ. സെൽ ആക്ടിവേറ്റർ യൂസ് ചെയ്യണത് നമ്മുടെ ശരീരത്തിൽ ഇൻആക്ടിവേറ്റ് ഉള്ള സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. ഇങ്ങനെ സെൽ ആക്ടിവേറ്റർ യൂസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷൻ കൃത്യമായിട്ട് അബ്സോർവ് ആവും, നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണങ്ങളും കൃത്യമായിട്ട് അബ്സോർവ് ആയിട്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതും വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് സെൽ ആക്ടിവേറ്റർ. ഇതിന്റെ അകത്ത് കുറെ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ടെക്നിക്കലി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കോച്ച് പറയുന്ന പോലെ കോച്ചിനെ വിശ്വസിച്ച് കഴിക്കാൻ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, അടുത്ത സെല്ലുലോസ്. ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഒഴിവാക്കരുത്.
ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് കോൺസിറ്റിന്റെ എക്സ്ട്രാക്ട് ആണ് എടുത്തു വരുന്നത്. ഇത് നമ്മുടെ ശരീരത്തിനെ റീഷേപ്പ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത യെല്ലോ ഫ്ലൂയിഡ്സ് ഉണ്ട്. യെല്ലോ ഫാറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ബോഡീനെ ഇഞ്ചസിനെ ലോസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബോഡിയെ റീഷേപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനെ ഒഴിവാക്കാനും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിനകത്ത് മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാശ് കൊടുക്കുക, വാങ്ങുക. 90 ടാബ്ലറ്റ് ആണ് ഉള്ളത്. കോച്ചിനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് വാങ്ങി കഴിക്കുക. നമ്മുടെ ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇഞ്ചസ്, അതുപോലെ റീഷേപ്പ് സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നതാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 കിലോ വെയിറ്റ് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. സെല്ലുലോസ്, മൾട്ടിവൈറ്റമിൻ, സെൽ ആക്ടിവേറ്റർ, ഈ 3 പ്രൊഡക്റ്റ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 to 3 കിലോ വെയിറ്റ് പറഞ്ഞാൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. എന്നാലാണ് ഒരു പെർഫെക്റ്റ് വെയിറ്റ് ലോസ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. ഇതാണ് ഹെർബൽ കൺട്രോൾ. ഇത് ചില ആൾക്കാർ പറയും നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന്. ഇത് ചുമ്മാ കഴിച്ചാലൊന്നും വെയിറ്റ് ലോസ് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ഈ സാധനം ശരിക്കും യൂസ് ചെയ്യേണ്ടത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തിന് മുന്നേ യൂസ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് കഫെയിൻ കണ്ടന്റാണ് കൂടുതലായിട്ടുള്ളത്. കഫെയിൻ നമ്മുടെ BMR ലെവലിനെ ഇൻക്രീസ് ചെയ്യും. BMR ലെവലിനെ ഇൻക്രീസ് ചെയ്തിട്ട് അതിനെ ബേൺ ചെയ്യാനുള്ള പ്രോപ്പർട്ടി കാണിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വർക്കൗട്ടിന് മുന്നെയാണ് ഈ പ്രൊഡക്റ്റ് കഴിക്കേണ്ടത്. അതല്ലാതെ എന്റെ വെയിറ്റ് ഫാസ്റ്റ് ആയിട്ട് കുറയുമെന്ന് പറഞ്ഞത് 10 വാരി കഴിച്ചു കഴിഞ്ഞാൽ വെറുതെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവത്തുള്ളൂ. നിങ്ങൾക്ക് പനിയാണെന്ന് വിചാരിച്ച് ആശുപത്രി പോകേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ ഈ പ്രൊഡക്റ്റ് 10 മേടിച്ച് ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് വെയിറ്റ് കുറയത്തില്ല. ഇത് നമുക്ക് ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, ഒലോങ് ടീ, ഒരു 3 ടീയുടെ എക്സ്ട്രാക്ട് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടാബ്ലറ്റിനകത്ത് 82 mg കഫേൻ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കോച്ചിന്റെ അഡ്വൈസോടി മാത്രം കഴിക്കുക. ചുമ്മാ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഫാസ്റ്റ് ആയിട്ട് കുറയത്തില്ല. ഓക്കെ, നെക്സ്റ്റ്. ഇതും വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അടുത്താണ് ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ്. നമുക്ക് ഒരു ദിവസം കൃത്യമായിട്ട് 35 ഗ്രാം ഫൈബർ ഡെയിലി ബേസിൽ കിട്ടണം. കിട്ടിയാലാണ് നമ്മുടെ ഡൈജഷൻ കാര്യങ്ങൾ പ്രോപ്പർ ആവത്തുള്ളൂ. ഡൈജഷൻ കാര്യങ്ങൾ പ്രോപ്പർ ആയാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ടോക്സിക് എല്ലാം പുറത്തു പോകത്തുള്ളൂ. വയറ് നന്നായാൽ മാത്രമാണ് ഉയിര് നന്നാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഡൈജഷൻ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫൈബർ കഴിക്കണം. ഇപ്പൊ നോർമലി നമ്മൾ ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തപ്പിയെടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ഫൈബർ കിട്ടും. പക്ഷെ നമുക്കവിടെ കാലറി അവിടെ മാനേജ് ആവത്തില്ല. ഒരുപാട് കാലറി കയറും. 35 ഗ്രാം ഫൈബർ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 1000 മേളിൽ കാലറി നമ്മുടെ ശരീരത്തിൽ ചെല്ലും. അപ്പോൾ അവിടെ കാലറി കൂടുതലാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് പ്രോപ്പർ നടക്കത്തില്ല. പക്ഷെ നമ്മൾ ഒരു സ്കൂപ്പ് ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 5 ഗ്രാം മാറ്റല്ലേ ചാൻസി 5 ഗ്രാം ഫൈബർ അതിൻ്റെ തുടങ്ങിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ലോ കാലറിയിൽ 5 ഗ്രാം ഫൈബർ കിട്ടും. നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് വളരെ സൂപ്പർ ആയിട്ട് മുന്നോട്ട് പോകും. അതുപോലെ നമ്മുടെ ടോക്സിനെ എല്ലാം പുറത്താണ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടും വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികൾ നല്ല രീതിക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഇപ്പൊ പറഞ്ഞത് പൗഡർ ഫോർമാറ്റിലാണ് ഫൈബർ. ഇത് ടാബ്ലറ്റ് ഫോർമാറ്റ് ഉള്ളത്. ഇതും ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. പ്രോപ്പർ ഡൈജഷൻ കാര്യങ്ങൾ നടത്താൻ വേണ്ടി 2 ഫോർമാറ്റിലാണ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഒന്ന് ടാബ്ലറ്റിലും ഒന്ന് പൗഡർ ഫോർമാറ്റിലും. ഓക്കെ, നെക്സ്റ്റ്. അടുത്തതാണ് ഹെർബൽ അലോ കോൺസെൻട്രേറ്റ്. ഇതും ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്നതാണ്. ഇത് ഹെർബൽ അലോവേരയുടെ എക്സ്ട്രാക്ട് ആണ്. പ്രീമിയം ക്വാളിറ്റി കറ്റാർവാഴയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഏകദേശം 7000 വെറൈറ്റി കറ്റാർവാഴ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ മെഡിസിൻ വാല്യൂ ഉള്ളത് വളരെ കുറച്ച് മാത്രമാണ്. നമ്മളെല്ലാവരും റോട്ടിൽ കൂടെ കാണുന്ന കറ്റാർവാഴ എല്ലാം വാരി തലകടയൊക്കെ വാരി തേക്കും. പക്ഷെ അത് റോങ് ആണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടത് മെഡിസിൻ വാല്യൂ ഉള്ളത് കുറച്ച് മാത്രമേ ഉള്ളൂ. അത് യൂസ് ചെയ്താലാണ് അതിന്റെ ഗുണം കിട്ടത്തുള്ളൂ. ഇത് പ്രീമിയം ക്വാളിറ്റി കറ്റാർവാഴയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതൊരു ലിക്വിഡ് ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനാണ് തന്നിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ വാട്ടറിന്റെ അകത്ത് അലോവേര യൂസ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ടോക്സിനെ പുറന്തള്ളാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഡെയിലി ബേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇൻലുലിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട്. അതായത് ആന്റി ഏജിങ് ഉണ്ടാവാതെ നമ്മുടെ ഹെൽത്തി ആയിട്ട് സ്കിന്നിനെ ഇംപ്രൂവ് ചെയ്യാനും സ്കിന്നിൽ എന്തെങ്കിലും മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് കാലറി വളരെ കുറവാണ് ഈ പ്രൊഡക്റ്റിന്റെ അകത്ത്. പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇടയ്ക്ക് ഒരു റീഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് യൂസ് ചെയ്യുക. നല്ല രീതിക്ക് വെയിറ്റ് ലോസ് നടത്തുക. നല്ല രീതിക്ക് മുന്നോട്ട് പോവുക. അപ്പൊ ഇതാണ് ഇതിന്റെ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇനി അത് തന്നെ ഹെർബൽ അലോ പ്ലസ്. ഇതും കറ്റാർവാഴയുടെ എക്സ്ട്രാക്റ്റ് ആണ്. ഇതിനൊരു ഗുണമുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതും കറ്റാർവാഴയുടെ എക്സ്ട്രാക്റ്റ് ആണ്.
ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റീവ് ഹെൽത്ത് കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ന്യൂട്രീഷൻ അബ്സോർപ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും വെയിറ്റ് ലോസ് സമയത്ത് ചില സമയത്ത് കല്യാണവും അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻസ് ഒക്കെ വരാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ നേരത്തെ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ശരീരത്തിലോട്ട് ഒരുപാട് ബാഡ് ആയിട്ടുള്ള ഫാറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അബ്സോർവ് ചെയ്യാതിരിക്കും. അത് ഒരുപാട് കഴിച്ച് നമ്മൾ ശരീരത്തിട്ട് അത്രമാത്രം പിടിക്കാതെ വാഷ് ഔട്ട് ആയിട്ട് പോകും. നമ്മുടെ വെയിറ്റ് ലോസിന് ഒരു പരിധി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതുപോലെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. വെയിറ്റ് ലോസ് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് സിംപിളി പ്രോബയോട്ടിക്. ഇത് നമുക്കും ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടി കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് എല്ലാവരും പ്രോബയോട്ടിക് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പുളിയുള്ള വസ്തു, തൈര്, അതുപോലുള്ള സാധനങ്ങൾ പ്രോബയോട്ടിക് ഉണ്ട്. പ്രോബയോട്ടിക് നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ വയറിന്റെ ഉള്ളിലെ ഗുഡ് ബാക്ടീരിയയുടെ കൾച്ചറിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വയറിൽ ഗുഡ് ബാക്ടീരിയയുടെ കൾച്ചർ കുറയുമ്പോഴാണ് വയറിൽ ഗുളുഗുളാന്ന് കേൾക്കുന്നത്, അസിഡിറ്റി ഫോം ആവുന്നത്, ഗ്യാസ്ട്രോൾ ഫോം ആവുന്നത്, ബൾക്കി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോബയോട്ടിക് ഉള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെറുക്കാൻ പറ്റും. ഗുഡ് ബാക്ടീരിയയുടെ കൾച്ചർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് സാഷേ രൂപത്തിലാണ് വരുന്നത്, പൗഡർ ഫോർമാറ്റിലാണ് വരുന്നത്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുവരാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് നമുക്ക് വയറിൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത്, പൊട്ടിക്കുക, ഇടുക, വെള്ളം കുടിക്കുക, അത്രേ ഉള്ളൂ. നല്ല സ്വീറ്റ് ആണ് ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ച് പഞ്ചസാര എല്ലാം എൻ്റെ ചേർത്തിരിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എഫ്രഷ് യൂസ് ചെയ്യാൻ പറ്റും, അതല്ലാതെ പൗഡർ ആയിട്ട് കഴിക്കാൻ പറ്റും. ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ നല്ലതാണ്, അവരുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഡൈജസ്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ദഹന സംബന്ധമായ കാര്യങ്ങൾക്ക് കേട്ടോ. ഇതടുത്ത് ത്രിഫല. ഇതും ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് പക്ഷേ പ്യുവർലി ആയുർവേദ പ്രൊഡക്റ്റ് ആണ്. പ്യുവർലി ആയുർവേദ പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഡൈജസ്റ്റീവ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കും. നമുക്ക് ഓവറോൾ ദഹന സംബന്ധമായിട്ട് ഒരു ഇഷ്യൂസും ഉണ്ടായിരിക്കത്തില്ല. അത് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പറയാൻ മെയിൻ കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് കാര്യങ്ങളെല്ലാം ട്രാക്ക് പ്രോപ്പർ ആയിരുന്നാൽ മാത്രമാണ് നമ്മുടെ വെയിറ്റ് ലോസ് പ്രോപ്പർ ആകത്തുള്ളൂ. അതായത് ശരീരത്തിലെ അഴുക്കെല്ലാം പുറത്തു പോയാലാണ് പ്രോപ്പറായിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഡൈജസ്റ്റീവ് ഹെൽത്ത് നന്നായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് നന്നായിട്ട് നടക്കുന്നതാണുള്ളത്. ഇത് ത്രിഫലയാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്, വലിയവർക്ക് നല്ലതാണ്. ത്രിഫല പ്യുവർലി ആയുർവേദ പ്രൊഡക്റ്റ് ആണ്. ഇതും ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് വരുന്നത്. നെക്സ്റ്റ്. കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാരൊക്കെ മേടിച്ച് കഴിച്ചോട്ടോ, നമ്മളോട് പറയരുത് കോൺസ്റ്റിപ്പേഷൻ ആണ്. നെക്സ്റ്റ്, ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ആണ് സ്കിൻ ബൂസ്റ്റർ. നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടി നല്ല ഗ്ലാമർ ആയിട്ട് ഇരിക്കണമെങ്കിൽ സ്കിൻ ബൂസ്റ്റർ യൂസ് ചെയ്യണം. സ്കിൻ ബൂസ്റ്റർ യൂസ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണവും ശ്രദ്ധിക്കണം. അതല്ല ഞാൻ സ്കിൻ ബൂസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ മധുരങ്ങൾ കഴിക്കുന്നുണ്ട്, ലഡു കഴിക്കുന്നുണ്ട്, ജിലേബി കഴിക്കുന്നുണ്ട്, ഒരിക്കലും സ്കിൻ ഇമ്പ്രൂവ് ആകത്തില്ല. നല്ല ഡയറ്റും അതുപോലെ തന്നെ സ്കിൻ ബൂസ്റ്റർ യൂസേജും ആണ് നമുക്ക് സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകള്, സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി, ഈ കാര്യങ്ങളെല്ലാം നിലനിർത്താനായിട്ട് സ്കിൻ ബൂസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് CA, B2, B3, B6 ആൻഡ് ബയോട്ടിൻ സാധനമുണ്ട്. പിന്നെ അതുപോലെ കൊളാജിൻ പ്രോട്ടീൻ ഉണ്ട്. കൊളാജിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ വെള്ളയൊക്കെ ഇല്ലേ, അത് കൊളാജിൻ പ്രോട്ടീൻ ആണ്. മുടിയൊക്കെ പറിച്ച് കഴിയുമ്പോൾ അതിന്റെ തുമ്പത്താണ് കൊളാജിൻ പ്രോട്ടീൻ ആണ്. കൊളാജിൻ പ്രോട്ടീൻ നമ്മുടെ നഖത്തിന്റെ വളർച്ച, അതുപോലെ തന്നെ മുടിയുടെ വളർച്ച, ജോയിന്റ്സിന്റെ സപ്പോർട്ട്, ഇതിനെല്ലാം കൊളാജിൻ പ്രോട്ടീൻസ് നല്ലതാണ്. ഏകദേശം ഒരു 30 വയസ്സ് കഴിഞ്ഞ ഈ സാധനം ശരീരത്തിൽ ഉണ്ടാവില്ലെന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം എല്ലാം വേണമെങ്കിൽ കൃത്യമായിട്ട് സ്കിൻ ബൂസ്റ്റർ യൂസ് ചെയ്യുക. അതുപോലെ ഗ്ലാമർ ആയിട്ട് ഇരിക്കണമെങ്കിൽ സ്കിൻ ബൂസ്റ്റർ യൂസ് ചെയ്യുക. ഇതൊരു നോൺ വെജിറ്റേറിയൻ ഫുഡാണ്. ഫിഷ് കൊളാജൻ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഫിഷിൽ ഉണ്ടാക്കിയിരിക്കുന്നതല്ല, ചെറിയൊരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ. വെജിറ്റേറിയൻ ആൾക്കാർ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓറഞ്ച് ഫ്ലേവറിലാണ് വരുന്നത്. ഇടയ്ക്ക് റീഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. നല്ല ടീക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. നല്ല മധുരമാണ്, പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല, നാച്ചുറൽ കളറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്കിൻ ബൂസ്റ്റർ. നെക്സ്റ്റ്. ഇനി അടുത്ത് വുമൺസ്. ഇത് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ വുമൺസ് ചോയ്സ് മസ്റ്റ് ആയിട്ടും ലേഡീസ് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ്, അതുപോലെ മെനോപോസ്, അതുപോലെ ലേഡീസിന് ഉണ്ടാകുന്ന ഹോർമോൺ ഫ്ലക്ച്വേഷൻസ്, അതുപോലെ മൂഡ് സ്വിങ്സ്, അതുപോലെ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ ഹോർമോൺ ഇൻബാലൻസ് ആണ് കാരണം. കൃത്യമായിട്ട് വുമൺ ചോയ്സ് കഴിക്കുവാണെങ്കിൽ ലേഡീസിന് യാതൊരുവിധ ഇഷ്യൂസും ഇല്ലാതെ മന്ത്ലി വരുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളുടെ ഹോർമോൺ ഇൻബാലൻസ്, അതുപോലെ പീരീഡ് ക്രാംസ്, മെനോപോസ്, ഇതിൽ ഉണ്ടാവുന്ന എല്ലാ ഇഷ്യൂസും നോർമലായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരു മാസം വന്നതും പോകുന്നതും അറിയാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസിനും മാറ്റം ഉണ്ടാകുന്നതാണ്, മൂഡ് സ്വിങ്സിനും മാറ്റം ഉണ്ടെന്നാണ്. ഇത് ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടന്റ് കുറെ സാധനമൊക്കെ ഉണ്ട്. അത് നമ്മുടെ കോച്ചിനോട് ചോദിച്ചിട്ട് കഴിക്കുക. ഓക്കെ. പിന്നെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഫീഡ് ചെയ്യുന്ന മദേഴ്സ് കഴിക്കരുത്, ഗർഭിണിയായ ലേഡീസ് കഴിക്കരുത്, അതുപോലെ തന്നെ ക്യാൻസർ വന്ന പേഷ്യൻസ് കഴിക്കരുത്. ഇത്രയും പേർക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അല്ലാതെ ലേഡീസ് ആയ എല്ലാവർക്കും തന്നെ കഴിക്കാൻ സാധിക്കുന്നതാണ്. പ്രായപൂർത്തിയായതിനു ശേഷം എന്നാണ് പറയുന്നത്. അതിന് താഴെയുള്ള കുട്ടികളൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കോച്ചിനോട് ചോദിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്.
ആ പ്രൊഡക്റ്റ് വുമൺസ് മാത്രമേ കഴിക്കാവുള്ളൂ, മെൻസ് പോയി കഴിക്കരുത്. ഓക്കെ. ഇനി വുമൺസിന് മാത്രമേ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ മെൻസിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞങ്ങൾക്കില്ല എന്നുള്ളത്. അങ്ങനെ മെൻസിന് വേണ്ടിയിട്ട് കമ്പനി ഇറക്കിയ പ്രൊഡക്റ്റ് ആണ് മെയിൽ ഫാക്ടർ പ്ലസ്. ഈ പ്രൊഡക്റ്റ് മെന്നിന്റെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. മെൻസിന്റെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ലിബിഡോ, അതുപോലെ മൂഡ് സ്വിങ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഈ പ്രൊഡക്റ്റ് വളരെ നല്ലതാണ്. അതുപോലെ കൗണ്ട്, അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും ഈ സാധനം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് മെൻസ് ആണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. വിമൻസ് കഴിച്ചാലും കുഴപ്പമില്ലെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, കഴിക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് മെൻസിന്റെ ഓവറോൾ ഹെൽത്തിന് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കും. ഇതും നിങ്ങളുടെ കോച്ചിനോട് അഡ്വൈസ് എടുത്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഹാർട്ട് ഹെൽത്ത്, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്. നമ്മൾ ഇത്രയും വർഷം ജനിച്ചു ജീവിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. ആരെങ്കിലും നമ്മുടെ ഹൃദയത്തിനെ സംരക്ഷിക്കുന്നുണ്ടോ? നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നോടം വരെ നിർത്താതെ വർക്ക് ചെയ്യുന്ന സാധനമാണ് ഹൃദയം. ഹൃദയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉപദ്രവമല്ലാതെ എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ? ഇത് ഹൃദയത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹാർട്ട് ഹെൽത്ത്. അതായത് നമുക്ക് നൈറ്റ് വർക്ക്സ് എന്നാണ് ഈ പറയുന്നത്. ഈ പ്രൊഡക്റ്റ് ഏകദേശം ഒരു നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നൈട്രിക് ഓക്സൈഡ് ആണ് ഈ പ്രൊഡക്റ്റിനകത്ത് മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. എല്ലാർജിനുണ്ട്, നൈട്രിക് ഓക്സൈഡ് ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, ഇ ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആരും തന്നെ വർക്കൗട്ട് ചെയ്യുന്നില്ല. അതുകൂടാതെ തന്നെ രാത്രി ഇതിന്റെ കണ്ടന്റ് വളരെയധികമായിട്ട് കുറയും. അതുകൊണ്ടാണ് രാത്രി ഒരുപാട് ആൾക്കാർ സൈലന്റ് അറ്റാക്ക് വന്നിട്ട് ടാറ്റ പറഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കുവാണെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. സൈലന്റ് അറ്റാക്കുകൾ വരില്ല എന്നല്ല പറയുന്നത്, ചാൻസസ് വളരെയധികം കുറവായിരിക്കും. കൃത്യമായിട്ട് ഹാർട്ടിന് വേണ്ടി കൊടുക്കുക. ഇത്രയും വർഷം നിങ്ങൾ ജനിച്ചു ജീവിച്ചു, ഇന്നേ വരെ ഹാർട്ടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഇനിയെങ്കിലും ചെയ്യുക. ഹെർബാലൈഫിന്റെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഏറ്റവും പ്രൈസുള്ള പ്രൊഡക്റ്റ് ഇതാണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രൈസുള്ള പ്രൊഡക്റ്റ് ഇതാണ്. ഏകദേശം എമൗണ്ട് കോച്ചിനോട് ചോദിച്ചാൽ കോച്ച് പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് നൈറ്റ് വർക്ക്സ്, ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ലെമൺ ടേസ്റ്റ് ആണ്. രാത്രി കിടക്കുമ്പോൾ ഒരു സ്കൂപ്പ് നല്ല തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ വെരിക്കോസ് ഉള്ള ആൾക്കാർ, ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉള്ള ആൾക്കാർ, വീസിങ് ഇഷ്യൂ ഉള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അയക്കുന്നതാണ്. ഇതിനെല്ലാത്തിനും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണിത്. അസുഖത്തിനുള്ള മരുന്നല്ല പറയണത്, ഇത് ഫുഡാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇത് അടുത്തത്, ഇത് ബീറ്റ ഹെൽത്ത്. ഇതും ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഹാർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, കമ്പനി മെഡി ക്ലെയിം പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഒറ്റ പ്രൊഡക്റ്റ് ഇന്ത്യയിലുള്ളൂ. ഈ പ്രൊഡക്റ്റ് യൂസ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ കൊളസ്ട്രോൾ, നിങ്ങൾക്ക് എത്ര ലെവൽ കൊളസ്ട്രോൾ ഉണ്ടോ ആ ലെവലിനെ നോർമൽ എത്തിക്കാൻ പറ്റും. 3 മാസമാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഒരു സാഷയ്ക്കകത്ത് 15 പ്രൊഡക്റ്റ് അല്ലേ, 15 എണ്ണം ഒരു സാക്ഷിക്കകത്ത് വരുന്നത്. 3 മാസം കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഹൈ കൊളസ്ട്രോൾ ആണെങ്കിൽ പോലും നോർമലായിട്ട് എത്തിക്കാൻ പറ്റും, വിത്ത് ഡയറ്റ്. അല്ലാതെ പ്രൊഡക്റ്റ് മാത്രം വാങ്ങി കഴിച്ചിട്ടില്ല, വിത്ത് ഡയറ്റ്, വിത്ത് കോച്ചിന്റെ അഡ്വൈസ് കഴിച്ചാൽ മാത്രമാണ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ബീറ്റ ഗ്ലൂക്കോൺ ആണ്, അതുപോലെ തന്നെ മറ്റേ ഓട്സ് ബീറ്റ ഗ്ലൂക്കോൺ അതിന്റെ അടങ്ങിയിരിക്കുന്നത്. അതൊക്കെ ടെക്നിക്കലാണ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആവും, മെഡിക്ലെയിം കൂടി ഇറക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ്, ഇത് നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഹെർബ ലൈഫ് ലൈൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് നോർമലി വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാഡ് ആയിട്ടുള്ള ഫാറ്റ്സിനെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഗുഡ് ഫാറ്റ് വളരെ അത്യാവശ്യമാണ്. ഗുഡ് ഫാറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ബാലൻസ്ഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഗുഡ് ഫാറ്റിന്റെ കൾച്ചറിനെ കൂട്ടാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത്. മീൻ ഗുളിക എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ബുദ്ധി വെക്കാനായിട്ട് കൊടുക്കുന്നത്, അതിന്റെ അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല പ്യുവർലി സാലമൺ ഫിഷിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നതാണ്. സാലമൺ ഫിഷ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും, കിലോയ്ക്ക് 2500 രൂപ കണ്ട വില. അപ്പൊ അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫിഷിൽ നിന്നാണ്, ചാളയിൽ നിന്നൊന്നുമല്ല, ചാളയിൽ നിന്ന് മത്തിയിൽ നിന്നല്ല. അപ്പൊ അത്രയും പ്രീമിയം ക്വാളിറ്റിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കമ്പനി തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. ഇത് നമ്മുടെ ബ്രെയിന്, കണ്ണിന്റെ കാഴ്ച, ഹാർട്ട് ഹെൽത്ത്, ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ്, അടുത്തത് ബ്രെയിൻ ഹെൽത്ത്. ഇതും ബ്രെയിൻ ഹെൽത്ത് ആണ്. ഇത് പ്യുവർലി ആയുർവേദയാണ്. നമുക്ക് മെമ്മറി ഫംഗ്ഷൻ എല്ലാം പ്രോപ്പർ ആവാനായിട്ട് പണ്ട് ബ്രഹ്മി കൊടുക്കുമായിരുന്നു കുട്ടികൾക്കൊക്കെ ബുദ്ധി വളരാൻ വേണ്ടിയിട്ട്. ബ്രഹ്മിയുടെ കംപ്ലീറ്റ് എക്സ്ട്രാക്ട് ആണ് ഇത് അടയ്ക്കുന്നത്. 100% ബ്രഹ്മിയുടെ എക്സ്ട്രാക്ട് ആണ്. കുട്ടികൾക്ക് ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും കൊടുക്കാൻ നല്ലതാണ്. നിങ്ങൾക്കും ഓർമ്മശക്തി കുറവ് വേണ്ടി കഴിക്കാൻ നല്ലതാണ്. ബ്രഹ്മി കംപ്ലീറ്റ്ലി ആയുർവേദ പ്രൊഡക്റ്റ് ആണ്. യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ആയിരിക്കും. നെക്സ്റ്റ്, അടുത്തത് ഇമ്മ്യൂൺ ഹെൽത്ത്. കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇമ്മ്യൂണിറ്റിയുടെ ഗുണം എന്താണെന്നുള്ളത്. കോവിഡ് വന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി വേണ്ടതെന്നുള്ളത്. നമ്മുടെ ഓവറോൾ ഹെൽത്തിന് ഇമ്മ്യൂണിറ്റി വേണം. ഇത് പ്യുവർലി ആയുർവേദ പ്രൊഡക്റ്റ് ആണ്. ഇമ്മ്യൂൺ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതും ആയുർവേദയാണ്. യൂസ് ചെയ്യുക, ഇമ്മ്യൂൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ഇഷ്യൂസും നമ്മളെ ബാധിക്കത്തില്ല. നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. തുളസിയുടെയും
അതുപോലെ കുറെ കാര്യത്തിന്റെ എക്സ്ട്രാക്ട് ആണ് ഇത്. ഇതൊക്കെ ഡീപ്പായിട്ട് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്, സമയം തരത്തില്ല, അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇമ്മ്യൂണിറ്റി വേണ്ട ആൾക്കാർ യൂസ് ചെയ്യുക, നിങ്ങൾക്കും കഴിക്കാം നിങ്ങളുടെ കുട്ടികൾക്കും കഴിക്കാം. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, അടുത്ത ഒക്കുലാർ ഡിഫറൻസ്. കണ്ണാടി വെച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചോ. കണ്ണിന്റെ കാഴ്ച, കണ്ണിന്റെ റെറ്റിനയുടെ കണ്ണിന്റെ കാഴ്ചയുടെ ഇമ്പ്രൂവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഓവർ ടൈം ആയിട്ട് സ്ക്രീൻ നോക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ കുട്ടികൾക്ക്, അതായത് 24 മണിക്കൂർ ഫോണിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക്, ബ്ലൂ സ്ക്രീനിലുള്ള ആൾക്കാർക്ക്, ഇതിനൊക്കെ നല്ലതാണ്. ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ണിന്റെ കാഴ്ച ഇമ്പ്രൂവ് ആവും, കണ്ണിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. വെറുതെ അല്ല, ഇത് യൂസ് ചെയ്തതിന് ശേഷം അതിന് വേണ്ട എക്സസൈസ് കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ലാതെ ചുമ്മാ കഴിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ആഫ്റ്റർ ഫുഡ് കഴിക്കുക. എപ്പോഴാണോ ഭക്ഷണം കഴിച്ചാൽ അതിന് ശേഷം കഴിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒക്കുലാർ ഡിഫറൻസ് കണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ്, കണ്ണിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കൃത്യമായിട്ട് യൂസ് ചെയ്യുക കാഴ്ച വേണ്ട ആൾക്കാർ. നെക്സ്റ്റ്, അടുത്ത ജോയിന്റ് സപ്പോർട്ട്. ജോയിന്റ് ആർക്കൊക്കെ ഉണ്ട്? ജോയിന്റ് വേണ്ട ആൾക്കാർക്കെല്ലാം ജോയിന്റ് സപ്പോർട്ട് ആവശ്യമാണ്. ചില ആൾക്കാർ പറയും കാലിന് തേയ്മാനാന്ന്. കാലിന് തേയ്മാനമൊന്നും അല്ല, കാലില് ജോയിന്റ് സപ്പോർട്ടിന്റെ വീക്കാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ്സ് ഉണ്ട്, അതിന്റെ എല്ലാം വീക്കാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജോയിന്റ്സ് വേണമെങ്കിൽ ജോയിന്റ് സപ്പോർട്ട് യൂസ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഒരുപാട് എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വായിക്കണോ? നിങ്ങൾ തന്നെ വായിച്ചോട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് കഴിഞ്ഞാൽ ജോയിന്റ് ഹെൽത്ത്, മുട്ട് മാറ്റി വെച്ചിട്ട് വെക്കാനൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ള ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. മുട്ട് മാറ്റി വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റി വെക്കേണ്ട അവസ്ഥ വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ജോയിന്റ് നല്ല എല്ലാ ജോയിന്റ്സും ഇട്ടോ, കാലിന്റെ മാത്രമല്ല എല്ലാ ജോയിന്റ്സും പെർഫെക്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് നമുക്ക് ടാബ്ലറ്റ് ഫോർമാറ്റിലാണ് വരുന്നത്. നെക്സ്റ്റ്, ഇത് കാൽഷ്യം. ഇന്നലെ കഴിഞ്ഞ ദിവസം സെക്ഷൻ പറഞ്ഞു കാൽഷ്യത്തിനെ കുറിച്ച്. കാൽഷ്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ലോസ് നടക്കണമെങ്കിൽ പോലും കാൽഷ്യം വേണം. എല്ല്, പല്ല്, ഇതിന്റെ എല്ലാ ഹെൽത്തിനും കാൽഷ്യം വളരെ അത്യാവശ്യമാണ്. പാല് കുടിച്ചാൽ കാൽഷ്യം ഒന്നും കിട്ടത്തില്ല. പാല് കുടിക്കാൻ ഉണ്ടാക്കി വെച്ചാൽ ആർക്കാണ്? പാല് അതിന്റെ പശുവിന്റെ പാല് അതിന്റെ കുട്ടിക്ക് കുടിക്കാൻ ഉണ്ടാക്കി വെക്കുന്നത്, എന്നിട്ട് നമ്മളാണ് കുടിച്ചോണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് എസൻസുകളുണ്ട്, അതിന്റെ ശരീരത്തിലോട്ട് വരുന്ന ഒരുപാട് എസൻസ് ഉണ്ട്, അത് നമ്മളാണ് കുടിക്കുന്നത്. ഓരോന്നും നാച്ചുറൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളത് കട്ട് കുടിച്ചിട്ട് നമുക്കാണ് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. പാല് കുടിച്ചാലൊന്നും കാൽഷ്യം ലഭിക്കത്തില്ല. കാൽഷ്യം കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് കാൽഷ്യം ടാബ്ലറ്റ് യൂസ് ചെയ്യണം. പ്ലസ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആകത്തുള്ളൂ. ഇപ്പൊ നോർമലി നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കെമിക്കലി ആയിട്ടുള്ള ടാബ്ലറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അതിലൂടെ പ്ലസ് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് തരും. രണ്ടിന്റെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആകത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് കാൽഷ്യത്തിന്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡി കൂടെ അടങ്ങിയിട്ടുണ്ട്. വെയിലുള്ളാത്ത ആൾക്കാരും കാൽഷ്യം കുറവുള്ള ആൾക്കാരും ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. നെക്സ്റ്റ്, അടുത്ത ഡൈനോഷേക്ക്. കുട്ടികളുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഡൈനോഷേക്ക്. കുട്ടികളുടെ ടോട്ടൽ ഹെൽത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഡൈനോഷേക്ക്. ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ഹോസ്പിറ്റൽ വെച്ചെല്ലാം മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പൗഡർ ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് ഫ്ലേവറിലും അതുപോലെ തന്നെ സ്ട്രോബെറി ഫ്ലേവറിലും ഉണ്ട്. കുട്ടികൾക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരം ഓരോ സ്കൂപ്പ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ 15 ദിവസം കൊണ്ട് നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസിൽ മാറ്റം വരുന്ന കാണാൻ പറ്റും. ഒരു ഹോസ്പിറ്റൽ വിസിലാതെ കുട്ടികളെ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോക്ലേറ്റ്സ് എല്ലാം ഡെയിലി മേടിച്ചു കൊടുക്കണം, നിർത്തണം. ചോക്ലേറ്റ്സ് എന്നുള്ള സാധനം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതിന് പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ട് നല്ല ഡ്രൈ ഫ്രൂട്ട്സിലോട്ടും നട്ട്സിലോട്ടും കൺവേർട്ട് ചെയ്യുക. വാട്ടർ ഇൻടേക്കിനെ കുറിച്ച് പറയുക. പിന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് ചൂടത്ത് ഉപയോഗിക്കാം, അതായത് ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിലിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല പല മെത്തേഡിൽ ഉപയോഗിക്കാം. ചൂട് തട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ പ്രൊഡക്റ്റ് കുട്ടികളുടെ ഉള്ളിൽ ചെന്നാൽ മതി, നല്ല ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവും, നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾ ട്രാവൽ ചെയ്യും. അച്ഛനും അമ്മയൊക്കെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഇത് സ്പോർട്സ് ന്യൂട്രീഷൻ ആണ്. സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, ജിമ്മിൽ ഹാർഡായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് റീബിൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന നമ്മുടെ മസിൽസിനെല്ലാം ചെറിയ ചെറിയ ക്രാംസ് ഉണ്ടാവും, അതിനെ ഓവർകം ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ വർക്ക്ഔട്ട് ചെയ്ത് നല്ല ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് പോലെ കസൈൻ പ്രോട്ടീൻ, വേ പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിരിക്കുന്നത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ജിമ്മിൽ വർക്ക്ഔട്ട് ഇന്റൻസീവ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് റീബിൽഡ് സ്ട്രെങ്ത്. നെക്സ്റ്റ്, അതുപോലെ ഹൈഡ്രേറ്റ്. ഈ പ്രൊഡക്റ്റും സ്പോർട്സ് ന്യൂട്രീഷൻ ആണ്. പക്ഷേ ഈ പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ശരീരം വീർത്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്സ് പുറത്തു പോകും, അപ്പൊ നമുക്ക് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താക്കുന്നതാണ്. സാഷേ രൂപത്തിൽ, പൗഡർ രൂപത്തിലാണ് വരുന്നത്. ഒരു സാഷേ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടനേരത്ത് കുടിക്കാൻ പറ്റും. കാലറി കുറവാണ്, വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യും, ക്ഷീണത്തിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്, നല്ല ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യാനും പറ്റുന്നതാണ്. ഇത് നമുക്ക് 24 ഹൈഡ്രേറ്റ് എന്നാണ് പറയുന്നത്. ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ്,
ഇത്രയും പ്രൊഡക്റ്റ് ആണ് നമുക്കുള്ളത്. ബേസിക് ന്യൂട്രീഷൻ മാത്രമല്ല, ഇത്രയും പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ഈ പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ കൈകളിൽ എത്തുന്നതിന് ബാക്കിലുള്ള ഒരു സയന്റിഫിക് ബോർഡാണ്. കുറച്ച് ആൾക്കാരുടെ ഫോട്ടോ ഉള്ളൂ. ഏകദേശം 300 മേളിൽ സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സും നമ്മുടെ കമ്പനിയിൽ ബാക്ക് എൻഡ് ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വേൾഡ് വൈഡ് ഉള്ള ആൾക്കാരാണ് പറയുന്നത്. അപ്പൊ ഇവരെല്ലാം കൂടിയിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിച്ചു തരുന്നത്. അല്ലാതെ നമ്മൾ മറ്റേ മൈദ കലക്കിയിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് നമ്മൾ വിശ്വസിച്ച് യൂസ് ചെയ്ത് അയക്കുന്നതാണ്. കിഡ്നിയും പോകത്തില്ല, ഒന്നും പോകത്തില്ല. ഈ പ്രൊഡക്റ്റ് വെച്ച് കിഡ്നി പോവുകയാണെങ്കിൽ 44 വർഷമായിട്ട് ഹെർബൽ ലൈഫ് ന്യൂട്രീഷന്റെ പ്രോഡക്ട്സ് ഒന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവത്തില്ല. കേരളത്തിൽ വന്നിട്ട് ഏകദേശം 24ഓളം വർഷം, കേരളത്തിൽ വന്നിട്ട് ഏകദേശം 13 വർഷം കംപ്ലീറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം 24 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് കറക്റ്റായിട്ട് ഗൈഡൻസിൽ പോകുന്നതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. അതല്ലെങ്കിൽ 7 വേണ്ട നമ്മൾ തല്ലിപ്പൊളിച്ച് കൊള്ളക്കള അങ്ങനെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് സയന്റിഫിക് ലീഡേഴ്സും ഡോക്ടേഴ്സും PhD നോട്ടറീസും ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ ബാക്കിലുണ്ട്. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുന്നത്. പ്രൊഡക്റ്റിന് വില വരാനുള്ള കാരണം അത് തന്നെയാണ്. നെക്സ്റ്റ്, ഇനി കമ്പനി യൂസ് ചെയ്യുന്ന മെത്തേഡ് സീഡ് ടു ഫീഡ് മെത്തേഡാണ്. കമ്പനി തന്നെ ഓരോ വേണ്ട കാര്യങ്ങൾ സീഡ് ചെയ്ത് അത് നമ്മുടെ കയ്യിൽ എത്തുന്നതോടെ വരെ 100% മറ്റുള്ളവരുടെ കൈ തട്ടാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാം മിഷനറി വഴിയാണ് ചെയ്യുന്നത്. ഫീഡ് ടു ഫീഡ് മെത്തേഡ് ആണ്. അതുകൊണ്ടാണ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇത്രയും നല്ലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ്, തീർന്നോ? ഇനി ഹെർബലൈഫ് എന്ന് പറയുന്നത് വേൾഡ് നമ്പർ 1 ബ്രാൻഡാണ്. ഏകദേശം 40 വർഷത്തിന് മേളിലായിട്ട് ഓൾ ഓവർ ദ വേൾഡിൽ കമ്പനി 95 രാജ്യത്ത് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം 5 മില്യൺ ന്യൂട്രിഷേക്ക് ആണ് ഡെയിലി ബേസിൽ ആൾക്കാർ എടുക്കുന്നത്. ഒരു ദിവസം വേൾഡ് വൈഡ് ആണ് 5 മില്യൺ. എത്രയാണെന്ന് കണക്കൂട്ടി വെക്കുക. അതുപോലെ തന്നെ ഒരുപാട് അത്ലറ്റ്സ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 150ഓളം വേൾഡ് ക്ലാസ് അത്ലറ്റ്സ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അതല്ലാതെ പരസ്യത്തിന് വേണ്ടി മാത്രമുള്ള ആൾക്കാരാണ് അല്ല. അതുകൊണ്ട് തന്നെയാണ് 2021 വേൾഡ് നമ്പർ 1 ന്യൂട്രീഷൻ ബ്രാൻഡ് എന്നുള്ള ടൈറ്റിൽ നമുക്ക് കിട്ടിയത്. അത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. അത് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോണത്.